ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് നമ്മുടെ അച്ചുവേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചനയായിട്ട് നടക്കുക. അബ്ബിക്ക് അങ്ങോട്ടേക്ക് വന്നു. എന്തോ പറ്റി അച്ചുവേട്ടാ, അച്ചുവേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അതെ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അല്ല, അച്ചുവേട്ടൻ എന്തോ വിഷമമുണ്ട്. ആ തറവാട്ടിൽ പോയതിന് ശേഷം അച്ചുവേട്ടൻ ഈ മാറ്റമൊക്കെ എനിക്കത് മനസ്സിലായി. എന്താ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ അച്ചുവേട്ടൻ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. എന്താ അച്ചുവേട്ടാ, എനിക്കറിയാം 22 കൊല്ലം മുമ്പുണ്ടായ ആദ്യമായിരുന്നു. മോൾ അവളുടെ അച്ഛനും അമ്മയും വന്ന് കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടി. നാളെ ഒരു കാലത്ത് കെട്ടിച്ച് വിടേണ്ട പെണ്ണല്ലേ, അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അമ്പയ്ക്ക് ഇങ്ങനെ അച്ചുവേട്ടനോട് ചോദിക്കുമ്പം കെട്ടിച്ചയക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും അവൾ നമ്മുടെ മോള് തന്നെ ആണല്ലോ എന്ന് അച്ചുവേട്ടൻ ഇങ്ങനെ പറയുക. അത് കേട്ടപ്പോൾ അമ്പയ്ക്ക് ഭയങ്കര സങ്കടം. അംബികേ നോക്ക്, നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഓരോ ദിവസം മോളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് മോളെ ചോദിക്കുന്നത് അത് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? അച്ചുവേട്ടാ, ഇങ്ങനെ തലച്ചോറ് പിളർക്കണ വർത്തമാനം ഒന്നും പറയരുത് കേട്ടോ. ഞാനതൊന്നും ഓർക്കാതിരിക്കുകയാണെന്ന് നമ്മുടെ അംബിക അന്നേരം പറഞ്ഞു. എന്നെയും കൂടെ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അംബിക അവിടെ കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഭൂമി വരുന്നത്. അപ്പോൾ ഭൂമി വന്നപ്പം എന്താ ഓർമ്മിപ്പിക്കേണ്ടാത്തത് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചുവേട്ടൻ സ്റ്റക്കായിപ്പോയി. ഭൂമി ചോദിച്ചതിന് ഉത്തരം കൊടുക്കണമല്ലോ. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഞാനും കൂടെ അറിയട്ടെ ആ രഹസ്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഇതായിട്ടൊക്കെ നിൽക്കാം. എന്ത് രഹസ്യമാണെന്ന് അച്ഛൻ തിരിഞ്ഞെന്ന് ചോദിച്ചു. ഇല്ല അല്ല, ഞാൻ പറഞ്ഞുണ്ടെന്ന് ഇല്ലെങ്കിലില്ല, അത്ര തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ പറയാം. അപ്പം അച്ചേട്ടൻ ഒന്ന് പതുക്കെ ചിരിച്ചു. അച്ഛാ, എനിക്ക് ഒരു സീരിയസ് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, എന്തു പറ്റി എൻ്റെ മൂക്ക്? ഈ ഇടയായിട്ടേ എൻ്റെ പെർമിഷൻ ഇല്ലാതെ സ്വപ്നങ്ങൾ കടന്നു വരിക. ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ ആണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എന്നും എനിക്കിട്ട് പണി തരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഭൂമി പറയുന്നു. സ്വപ്നമാണെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് വെളുപ്പിനെ മോള് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടെന്ന് പറഞ്ഞു. എന്താ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ സത്യൻ സാറിൻ്റെ ഭാര്യയുടെയും മകളുടെയും ഫോട്ടോ. ആ ഫോട്ടോയിൽ അമ്മയും കുഞ്ഞും ഇങ്ങനെ ആ ഒരു കണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഭൂമി ഇങ്ങനെ അച്ഛനോട് പറയും. ഇത് കേട്ടപ്പോൾ അച്ഛനോടിന് ടെൻഷൻ കൂടി. അച്ഛാ, എനിക്ക് സ്ഥലം വരെ പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പം മോളെ മോൾ അവിടെ നിന്ന് നിന്നേ എന്നിങ്ങനെ പറയാട്ടോ അച്ഛൻ. അപ്പോൾ എന്താ അച്ഛാ കാര്യം എന്ന് ചോദിച്ചു. അത് പിന്നെ ഈ മാലയെ മോളൊന്ന് ഊരിക്കേ എന്ന് അച്ചുവേട്ടൻ പറഞ്ഞപ്പം എന്തിനാ ഞാൻ ഊരുന്നേ? ഒന്നുമില്ല, ഈ മോഡലേ എൻ്റെ ഒരു കൂട്ടുകാരന് കാണണമെന്ന് പറഞ്ഞു. ഇതുപോലൊരെണ്ണം അവൻ്റെ മോൾക്ക് പണിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം അതേത് കൂട്ടുകാരനാ? ആ കൂട്ടുകാരനെ മോൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. വാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഭൂമി. എന്നിട്ട് അത് ഊരി അച്ഛൻ്റെ കയ്യിലേക്കും കൊടുത്തു. ഭൂമിക്കത് കള്ളമാണെന്ന് മനസ്സിലായി കേട്ടോ. അദ്ദേഹം ആ മാല ഊരി മനഃപൂർവ്വം വാങ്ങിച്ച് ഇനി അവരാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ മാല വാങ്ങിച്ച് ഇങ്ങനെ മാലയിലേക്ക് നോക്കി നിൽക്കുമ്പം ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് പോണു. അച്ഛൻ ആ മാലയും പിടിച്ച് അവിടെ നിൽക്കുവാണ്. ഇനി ഈ മാല ആരും കാണരുത്. ഈ മാല കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭൂമി അവരുടെ കൊച്ചാണെന്ന് അവർക്ക് മനസ്സിലാകുമല്ലോ. അത് ഉണ്ടാകാതിരിക്കാനാണ് അദ്ദേഹം ആ മാലയും കൈപിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി ഒരു ആളുടെ അടുത്ത് ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കപ്പോൾ നിർധനരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു കടമ എന്നൊക്കെ പറഞ്ഞു. ഭൂമിയുടെ അച്ഛൻ്റെ രോഗത്തെക്കുറിച്ചൊന്ന് വിശദമായി പറയാമെന്ന് ചോദിക്കുമ്പം അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭൂമി പറയുക. അതിനുശേഷം പിന്നെ ഭൂമിയെ പറ്റിയും എല്ലാം ഭൂമി പറഞ്ഞു. നമുക്ക് റിപ്പോർട്ട് അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഭൂമിയുടെ കാര്യങ്ങളും ഇതെല്ലാം വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സോ ഞങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭൂമിക്ക് സഹിച്ചില്ല. ഭൂമി ഒരൊറ്റ കരച്ചിൽ. അപ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ അദ്ദേഹം തിരിച്ചു കൊടുത്തു. ഭൂമിയോട് സോറിയൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സൗഭാഗ്യവതി മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് അവിടെ മരുമകൾ വന്നിട്ട് അമ്മ ഇങ്ങനെ ഇവിടെ മിണ്ടാതെയും പറയാതെയും ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അമ്മേ വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. പിന്നെന്താ നിർബന്ധിക്കുന്നത്? അപ്പോഴത്തേക്കും മാധവൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ പണിയാണെന്ന് മാധവന് മനസ്സിലായി. അമ്മ ഭയങ്കര ദേഷ്യത്തില്ല. എനിക്കറിയാം അഞ്ജനയുടെ കാര്യമാണ് അമ്മ ഓർക്കുന്നതെന്ന്. അതങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധവൻ വന്നിരിക്കുന്നു. മദ്യപാനം പിന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ അല്ലേ അമ്മേ, അതും ഡൽഹിയിൽ താമസിക്കുന്ന കുട്ടി, പിന്നെ വലിയ ചീത്ത കൂട്ടുകെട്ടുകളിലും മറ്റും വീണിട്ടുണ്ടാകാമെന്ന് പറയുമ്പോൾ ആണോ അശ്വടാ. സംഗീതേ, നീ മാധവൻ ഒരു 5000 രൂപ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം ഇവരിങ്ങനെ നോക്കുക. എൻ്റെ കയ്യിലുണ്ടമ്മേ, എന്തിനാ പൈസ? അല്ല, നീ പോയി
ആവശ്യമുള്ള മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് അങ്ങ് കുടിക്കാൻ പറഞ്ഞു. മാധവൻ അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ദേ നോക്ക് സംഗീതേ, ഇത് ആവശ്യമുള്ളതെല്ലാം വെച്ച് വിളമ്പി നീ അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. എന്താ മാധവാ? അയ്യോ അതിന് ഞാൻ മദ്യപിക്കത്തില്ലല്ലോ അമ്മേ. മദ്യപിക്കത്തില്ല, പക്ഷെ മദ്യപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ വാചകങ്ങളും ഉണ്ടല്ലോ കയ്യിൽ. അതെങ്ങനെയാ? പിന്നെ എന്തിനാ മദ്യപിക്കാതിരിക്കുന്നത്? അതും കൂടെ ആയിക്കോ. അന്നേരം സോറി അമ്മേ എന്ന് പറഞ്ഞ മോൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടമ്മേ. അമ്മ വന്ന് ആഹാരം കഴിച്ചേ വാ, മരുന്ന് കഴിക്കാനൊക്കെ ഉള്ളതല്ലേ ചോദിക്കുമ്പം എന്ത് പരിഹാരമാ? അതൊന്ന് പറഞ്ഞ്. അഞ്ജനയുടെ ക്യാരക്ടർ ഇതാണെങ്കിലേ അജയുടെ തോളത്ത് കയറ്റാൻ എനിക്ക് ഓരോ താല്പര്യവും ഇല്ല എന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. ഭവാനിയും അഞ്ജനയും വിളിച്ച് നമുക്കൊന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് അമ്മ ഒരു വാണിംഗ് കൊടുത്ത് നിർത്താനും സംഗീത പറയാം. അല്ലേ മാധവേട്ടാ? അതെ, വേണമെങ്കിൽ നിശ്ചയം നീട്ടിവെക്കാവെന്നും പറഞ്ഞു. അത് മതി അമ്മ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഭവാനി അഞ്ജനയും വിളിക്കാൻ പറഞ്ഞു. അപ്പം മുത്തശ്ശി ഭവാനിമേടോ അഞ്ജനമേടോ ഇവിടെ ഇല്ലല്ലോ, അവർ രണ്ടുപേരെയും മുറിയിൽ കാണുന്നില്ലെന്ന് പറഞ്ഞ വേലക്കാരി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എങ്ങോട്ട് പോവാനാ? അപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അജയ് അങ്ങോട്ടേക്ക് വരിക. അപ്പം സംഗീത നിന്നോട് പറയാതെയാണോ പോയതെന്ന് ചോദിച്ചപ്പം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയെന്ന് സംഗീത പറഞ്ഞു. പിന്നെ എല്ലാവരും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കും. അവരവിടെ പോയി. അപ്പോൾ മോനെ അജയ് ഭവാനിയും അഞ്ജന എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് മാധവൻ്റെ ഫോൺ റിങ് ചെയ്തു. മാധവൻ ആ കോൾ എടുത്തു. അപ്പോഴത്തേക്കും അവിടെ നിന്നതേ അഞ്ജനയെ കൊണ്ട് ഭവാനി ഓരോ അടവുകളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു തിരുമേനിയാണ് വിളിക്കുന്നത്. മാധവൻ സാറല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നും മുത്തശ്ശി ഉണ്ടോ എന്നും ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അപ്പോഴേക്കും അഞ്ജന അവിടെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. അല്ല അവളുടെ അമ്മ ഭവാനി അവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പം ഉണ്ട്, ആ മാഡം പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും പൊന്നെ അജയ് വാ, മാധവ വാ, വണ്ടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോണു. അതായത് അഞ്ജന കർപ്പൂരം കത്തിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്മയും മോളെ ലോകടവുമായിട്ട് അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ 2-3 പേര് അങ്ങോട്ടേക്ക് വരും, നമുക്ക് സംസാരിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഭൂമി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇവരെ കാണാനായിട്ട്. അപ്പോൾ ചേട്ടന്മാർ ഭൂമിയുടെ അടുത്തേക്ക് വന്നു. എന്താ കാര്യം? അത് പിന്നെ മുഖ്യമന്ത്രിയുടെ നിർധന ചികിത്സാ പദ്ധതിയിൽ നിന്ന് ക്യാഷ് കിട്ടാൻ അപേക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് മുറ പോലെ കിട്ടും, അന്വേഷിക്കട്ടെ. അല്ല സെക്രട്ടറി ഒന്ന് ഇടപെട്ട അപ്പോൾ അതിന് വേഗത കൂടുമായിരുന്നു. അച്ഛന് എമർജൻസി ആയിട്ട് സർജറി വേണമായിരുന്നു എന്ന് ഭൂമി പറയുമ്പം നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ രോഗി ഏത് പാർട്ടിയാ എന്നൊക്കെ അയാൾ ചോദിക്കട്ടെ ഭൂമിയോട്. നിങ്ങളുടെ കുടുംബത്തിന് എത്ര ഓട്ടം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പം ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്നതാ എൻ്റെ കുടുംബമെന്ന് ഭൂമി അന്നേരം പറഞ്ഞു. 3 പേർക്കും ഓട്ടമുണ്ടെന്ന് പറയുമ്പം ആർക്കാ സ്ഥിരമായി വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അതെങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന് ഭൂമി ചോദിച്ചു. അത് സീക്രട്ട് ബാലറ്റ് അല്ലേന്ന് ചോദിക്കുമ്പം ആണോ, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി അവരും കൈ ഒഴിഞ്ഞു. പക്ഷെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവന്മാരോട് നല്ല 4 വർത്തമാനവും ഭൂമി പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ കാണിച്ചു കൂട്ടിയതെല്ലാം ഭൂമി അവന്മാരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവന്മാർക്ക് പിന്നെ മിണ്ടാട്ടം മുട്ടിപ്പോയി. അങ്ങനെ അവന്മാരുടെ എല്ലാം മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങി പോരുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഭവാനി ഇങ്ങനെ അവർ വരുന്നത് നോക്കി കാത്തു നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഭവാനി ഇവരെ കണ്ടപ്പോഴത്തേക്കും സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മോളവിടെ കർപ്പൂരം കത്തിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കയറി ചെന്നിട്ട് ചെല്ലുന്നത് കണ്ടുകൊണ്ട് അമ്മേ എന്ന് പറഞ്ഞ് ഭവാനി ഓടി അങ്ങ് ചെന്നു. അമ്മേ എൻ്റെ മോളെ എനിക്ക് നഷ്ടമായും എന്ന് പറഞ്ഞ് ഭവാനി ഭയങ്കര കരച്ചിൽ. അവൾ മരിക്കാൻ തീരുമാനിച്ച മട്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും ആകെ പേടിച്ചു പോയി. അവിടെ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ നടന്നതൊക്കെ ഓർത്ത് അവൾ അവിവേകം ചെയ്യുക. അമ്മേ മുത്തശ്ശി അവളുടെ ദൈവമാണ്. ആ മുത്തശ്ശി അവളോട് പിണങ്ങി ഇതൊക്കെ അവൾ പറയുന്നത് ചെയ്ത തെറ്റിനെ പശ്ചാത്തപിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ 25 റൗണ്ട് അവൾ ഉരുണ്ടുവെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണ്. 25 റൗണ്ടോ അയ്യോ എന്നും പറഞ്ഞ്. അപ്പം മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിച്ചതില്ല അവളുടെ വിഷമം മൊത്തം. അപ്പോൾ അവൾ എവിടെ എന്ന് സൗഭാഗ്യവതി അമ്മ ചോദിച്ചു. അപ്പോൾ ദേവിക്ക് മുന്നിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വേഗം വാ അജയ് മോനെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ചെന്ന് ഒരൊറ്റ തട്ടായിരുന്നു കയ്യിൽ നിന്ന് ആ ഒരു കർപ്പൂരം നമ്മുടെ മുത്തശ്ശി. അപ്പോൾ എന്താ കുട്ടി ഈ കാണിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിൽ അഞ്ജന മോള്. എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ കൈയൊക്കെ ഒരുപാട് പൊള്ളിയിരിക്കുന്നു. ഐശോ കൈ നന്നായിട്ട് പൊള്ളിയല്ലോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ മുത്തശ്ശി പറയാം കേട്ടോ. അപ്പം ഞാൻ മരിച്ചു പോട്ടെ മുത്തശ്ശി എന്നും പറഞ്ഞ് അഞ്ജന ഭയങ്കര കരച്ചില്ല. അപ്പം ഇങ്ങനെ ഒരു അവിവേകം കാണിക്കണമായിരുന്നോ മോളെന്ന് ചോദിച്ചപ്പം മുത്തശ്ശിയെ വേദനിപ്പിച്ചതിനുള്ള സങ്കടം മാറുന്നില്ല എന്നും പറഞ്ഞ് അഞ്ജന ഭയങ്കര കരച്ചിൽ. അച്ഛനില്ലാത്ത കുട്ടിയാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണലി ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അത്രയധികം സ്നേഹിച്ച്
മുത്തശ്ശി എന്നെ വളർത്തിയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പോൾ അജയ് ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ മാധവൻ, മോളെ ഇന്നലെ എന്താ ശരിക്കും ഉണ്ടായതെന്ന് ചോദിച്ചു. അത് പൂജ തീരാറായപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നതെന്നും പിന്നെ അതിനിടയിൽ അപ്പോൾ ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ അവർ റൂമിൽ ഇരിക്കുകയായിരുന്നു എന്ന കാര്യമൊക്കെ പുള്ളിക്കാരി ഉണ്ടാക്കി അങ്ങ് പറയാം. അവരവിടെ മദ്യം കഴിക്കുമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് വലിയൊരു കഥ. പിന്നെ ആ കോളയാണെന്ന് പറഞ്ഞ് അവരെനിക്ക് തന്നത് മദ്യമായിരുന്നു എന്നും അഞ്ജന ഇവരോട് എല്ലാവരോടും പറയാം. എല്ലാവരും കഥ കേട്ട് നിൽക്കാം. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കള്ളക്കരച്ചിൽ. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ പോലും മദ്യം ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവരെല്ലാവരും കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുന്നതേ. പിന്നെ കാരണം മുത്തശ്ശി എൻ്റെ വഴികാട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. മുത്തശ്ശി ഇതൊക്കെ കേട്ടിങ്ങനെ മയങ്ങി നിൽക്കണം അതിന് വേണ്ടിയിട്ട്. എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പം മുത്തശ്ശി വിശ്വസിച്ചോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശി കാര്യം അറിയാതെയാണ് സംസാരിച്ചത്, അതാണ് ശരിക്കും സത്യം. എല്ലാം പോട്ടെ, എല്ലാം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി പറയുമ്പം അമ്മേ ഇവൾക്ക് അജയ് ജീവനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഭവാനി എടുത്ത് അങ്ങോട്ട് അജയ് അന്തം വിട്ട് നോക്കുക. ദൈവമേ എന്നെ വീണ്ടും ബലിയേടാക്കുവാണോ എന്നോർത്ത്. അജയ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അത്ര അധികം ഞാൻ സ്നേഹിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ്. ഞാൻ പറഞ്ഞതാ അജയ് നിനക്കുള്ളതാണെന്ന് അല്ലേ അമ്മേ എന്ന് ഭവാനി പറയുമ്പം അതെ എന്നും പറഞ്ഞു നമ്മുടെ മുത്തശ്ശിയും കൂടെ അതങ്ങ് ഓക്കെ വെച്ചു. എൻ്റെ തീരുമാനം അത് മാറിയിട്ടൊന്നും ഇല്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അജയ് ഞെട്ടലോടെ നോക്കുക. പക്ഷെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് നമ്മുടെ അഞ്ജന മോള്. മോളെ മോനെ അജയ് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് അടുത്ത് നിർത്തുക അഞ്ജനയുടെ അരികിൽ. അഞ്ജനയുടെ കൈ ഇങ്ങനെ മേടിക്കുന്നു, അജയുടെ കൈ ഇങ്ങനെ മേടിക്കുന്നു. അങ്ങനെ ആ രണ്ടുപേരുടെയും കൈ അങ്ങനെ അങ്ങ് ഒരുമിപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇനി സുഖമായിട്ട് ജീവിക്കേണ്ടവരാണെന്നും പറഞ്ഞ് ആ ഒരു തീരുമാനം തുടരുക തന്നെ ചെയ്യുമെന്നും നമ്മുടെ മുത്തശ്ശി പറയുന്നു. അജയ്ക്ക് വെള്ളിടി കിട്ടിയതുപോലെ ആയിപ്പോയി. അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അജയ് പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അജയ്ക്ക് മിണ്ടാനൊന്നും പറ്റാത്ത ഒരവസ്ഥ, മിണ്ടാട്ടം മുട്ടിപ്പോയൊരവസ്ഥ. ആ സമയത്ത് അഞ്ജന ഇങ്ങനെ നോക്കുക. ഒരു കാര്യം ചെയ്യുക, മോളെ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഡോക്ടറെ കാണിക്കാം, കൈ നല്ലതുപോലെ പൊള്ളിയിട്ടുണ്ട് എന്ന് സൗഭാഗ്യവതി അമ്മ പറയുമ്പോൾ ശരി അമ്മേ ബാ മോളെ എന്ന് പറഞ്ഞ് ഭവാനി മോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സൗഭാഗ്യവതി അമ്മ. പക്ഷേ നമ്മുടെ അജയ് തൻ്റെ പ്രണയം ഓർത്തിങ്ങനെ അവിടെ നിൽക്കുന്നു. അജയുടെ ഉള്ളു കിടന്ന് പൊള്ളുവാട്ടോ ശരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി ചെന്ന് ആ പൂജാരിയെ ഫോൺ വിളിച്ച പൂജാരിക്ക് കുറേ പൈസയും കൊടുത്തിട്ട് ഇനി ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ആ ചേട്ടൻ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ചേട്ടന് നന്ദി പ്രകടനമൊക്കെ നടത്തി കൈ നിറയെ കാശൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് വിട്ടു. ഈ സമയത്ത് അമ്മേ ഹോസ്പിറ്റലിൽ പോവണ്ടേ, ഡോക്ടറെ കാണണ്ടേ എന്ന് അഞ്ജന ചോദിക്കുമ്പം ശരിക്കും നിന്റെ കൈ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം വേദനിക്കുന്നുണ്ടോന്നോ, എത്ര സമയം കർപ്പൂരം കത്തി കയ്യിലിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം എന്നതേ ഹോസ്പിറ്റലിൽ എത്തി എന്നും പറഞ്ഞ് അപ്പോൾ ഡോക്ടർ ഭവാനി എൻ്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പൊള്ളി, കയ്യിൽ വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ചർമ്മം അങ്ങ് എടുത്ത് കളയുമെന്ന് ഭവാനി പറയാം മോളോട്. അങ്ങനെ അമ്മയും മോളും കൂടി ആ കള്ളത്തരവും കൂടി അങ്ങ് പൊളിക്കുക. അതായത് കൈക്കകത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണിച്ച് ഒരു പാട പോലത്തെ ഒരു സംഭവം അതങ്ങ് പൊളിച്ചങ്ങ് കളഞ്ഞു. അത് പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ വേദന മാറിയോ എന്ന് ചോദിക്കുമ്പോൾ മാറി ഡോക്ടർ എന്നും പറഞ്ഞ് അഞ്ജന. അങ്ങനെ അമ്മയും മോളും കൂടി സൗഭാഗ്യപരത്തുള്ളവരെ മുഴുവനും കബളിപ്പിച്ച് സന്തോഷവതികളായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതിൻ്റെ പുറത്താ കർപ്പൂരം കത്തിച്ച് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങോട്ട് അങ്ങ് എറിഞ്ഞ് അങ്ങ് കളഞ്ഞു. എനിക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു ആരെങ്കിലും അത് മനസ്സിലാക്കുമോ എന്ന്. അജയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നും പിന്നെ അവനല്ലേ പോലീസുകാരിലെ ഉണർന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ഈ അഞ്ജന. അവനെ മറ്റെന്തോ ഒരു ആലോചനയിലായിരുന്നു എന്ന് പറയുമ്പം ശരിയാ ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഭവാനി ആ കിഴവിയെ വിഡ്ഢിയാക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്ന്. ആ വിഡ്ഢി കോളേജിലാണല്ലോ സംഗീതയും മാധവനും പഠിക്കുന്നത്. അപ്പം പിന്നെ അത് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അമ്മ. അപ്പോൾ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നീയേ പൂനെയിലേക്ക് പെട്ടിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് മോള് ഭയങ്കര ചിരി. അയ്യോ പഠിക്കാനോ പഠിപ്പിക്കാനോ എന്നും ചോദിച്ച. അപ്പോൾ ശരിയാ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്നും പറഞ്ഞ അമ്മ. ഇങ്ങനെ അമ്മയും മോളും കൂടി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാം. അപ്പോൾ നമുക്ക് വിട്ടാലോ ഒരു ബെസ്റ്റ് ഹോട്ടലിലേക്ക്, അമ്മ ട്രീറ്റ് നടത്തണമെന്ന് പറയുമ്പോൾ പിന്നെ അല്ലാണ്ട് വാ എന്നും പറഞ്ഞ് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അച്ചുവേട്ടനെ കേട്ടോ. അച്ചുവേട്ടൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുവാണ് സങ്കടപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.